ഹരി ഓം, ഏവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ പുതിയൊരു വീഡിയോ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഞങ്ങൾ ഗൗഡസാരസ്വത ബ്രാഹ്മണരുടെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യമാണ് ഉപനയനം എന്ന് പറയുന്നത്. അപ്പോൾ ഉപനയനത്തിനെ പറ്റിയും അതിലെ കാഴ്ചകളെയും നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ശ്രീ സുരേഷിൻ്റെയും ശ്രീമതി സജിതയുടെയും മകനായ ചിരഞ്ജീവി സൂരജിൻ്റെ ബ്രഹ്മോപദേശമാണ് ഈ വീഡിയോയിൽ. വിദ്യാഭ്യാസപരവും ധാർമ്മികവുമായ സംസ്കാരമാണ് ഉപനയനം. പ്രത്യക്ഷത്തിൽ ഇത് യജ്ഞോപവീത ധാരണമാണ്. ഉപനയനം, ഉപനയനം, അടുക്കലേക്ക് നയിക്കൽ, അതായത് ഗുരുവിൻ്റെ അടുത്തേക്ക് നയിക്കൽ എന്നർത്ഥം. വിദ്യാഭ്യാസത്തിന് വളരെ പ്രാധാന്യം കൽപ്പിക്കുന്ന ഹിന്ദുധർമ്മത്തിൽ വിദ്യാഭ്യാസം ഒരു കർക്കശമായ വ്രതനിഷ്ഠയുടെ കാലമാണ്. അതിൻ്റെ ആരംഭം കുറിക്കുന്നതാണ് ഉപനയനം എന്ന ചടങ്ങ്. ഗുരുകുല വിദ്യാഭ്യാസം നിലവിൽ നിന്നിരുന്ന കാലത്ത് വേദാധ്യായന പ്രവർത്തനത്തിന് വേണ്ടി കുട്ടിയെ ബ്രഹ്മചാരിയാക്കി തൻ്റെ ആശ്രമത്തിൽ താമസിപ്പിക്കുവാൻ ഗുരു കൊണ്ടുപോകുന്നതിന് മുമ്പ് നടത്തുന്ന നാന്ദി ക്രിയയാണ് ഉപനയനം എന്ന പേരിൽ അറിയപ്പെടുന്നത്. തൻ്റെ പ്രധാന ഭാഗം ബ്രഹ്മചാരിക്കുള്ള ബ്രഹ്മോപദേശം, അതായത് ഗായത്രി മന്ത്രോപദേശം തന്നെയാണ്. പണ്ട് ഉപനയനത്തിന് ശേഷം ബ്രഹ്മചാരിയുടെ താമസം ഗുരുവിൻ്റെ ആശ്രമത്തിലായിരുന്നു. ഈ ആശ്രമ ജീവിതം ഗുരുവിൻ്റെ സമ്മതത്തോടെ ആശ്രമത്തിൽ വെച്ച് സമാവർത്തനം കഴിച്ച് സ്നാതകനായി കാശിയാത്ര വഴി തീർത്ഥസ്ഥലങ്ങൾ ദർശിച്ച് വിവാഹത്തിന് അർഹനായി വീട്ടിലേക്ക് മടങ്ങുന്നതുവരെ നീണ്ടുനിന്നിരുന്നു. ഉപനയനത്തിൻ്റെ പ്രത്യക്ഷ ലക്ഷണം ഇടത്തേത്തോളിൽ യജ്ഞം ചെയ്യാൻ അർഹനാക്കുന്ന യജ്ഞോപവീതം അഥവാ പൂണൂൽ ഇടുക എന്നതാണ്. ഒരേ നൂലിനെ 3 ചുറ്റുകളാക്കി ഒരു ബ്രഹ്മഗ്രന്ഥി എന്നറിയപ്പെടുന്ന കെട്ടുകെട്ടി 3 ഇഴകളുള്ള ഒരു ഉത്തരീയമായി ഇടുന്നു. അതിൻ്റെ 3 ഇഴകൾ പലതിൻ്റെയും പ്രതീകമായി വ്യാഖ്യാനിക്കപ്പെടുന്നു. സത്വ, രജസ്, തമോ ഗുണങ്ങൾ, പിതൃ, ഋഷി, ദൈവങ്ങളോടുള്ള കടമ, ഋക്ക്, യജുസ്, സാമം എന്നീ വേദങ്ങളിൽ നിന്ന് ബ്രഹ്മാവ് എടുത്ത ഗായത്രി മന്ത്രത്തിൻ്റെ 3 പാദങ്ങൾ എന്നിവയാണ് അവയിൽ പ്രധാനപ്പെട്ടവ. ഋഗ്വേദത്തിലെ ആ, യജുർവേദത്തിലെ ഉ, സാമവേദത്തിലെ മായും ചേർന്ന് ഇരിക്കുന്ന പ്രണവമാണ് മറ്റൊരു പ്രതീകം. ബ്രഹ്മചാരിക്ക് ഗായത്രി മന്ത്രം ഉപദേശിക്കുന്നതാണ് ബ്രഹ്മത്തെ അറിയിക്കുന്നതായി കണക്കാക്കുന്ന ബ്രഹ്മോപദേശം എന്ന ഉപനയനത്തിലെ കാതലായ ഭാഗം. ബ്രാഹ്മണർക്ക് ഉപനയനം കുട്ടിയുടെ 8ാം വയസ്സ് മുതലാണ് നടത്താൻ പറഞ്ഞിരിക്കുന്നത്. മനുസ്മൃതിയിൽ ബ്രാഹ്മണർക്ക് അത് ഗർഭം ധരിച്ചതു മുതൽ 8ാമത്തെ വർഷത്തിലോ ജനനത്തിന് ശേഷം 8ാം വയസ്സിലോ ആകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഗൗഡസാരസ്വത ബ്രാഹ്മണർ അത് ഗർഭകാലത്തിൽ നിന്ന് പരിഗണിക്കുന്നതിന് പകരം കുട്ടിക്ക് ഒറ്റ വയസ്സുള്ളപ്പോൾ, അതായത് 9, 11, 13 എന്നീ പ്രായങ്ങളിലാണ് നടത്തുന്നത്. എന്നാൽ ചിലയിടങ്ങളിൽ 13 വയസ്സിൽ നടത്തുന്നതായി കാണുന്നില്ല. ഉപനയനത്തിന് ശേഷമാണ് ബ്രഹ്മചാരിയെ ഒരു ദ്വിജനായി, 2ാം ജന്മം എടുത്തവനായി കണക്കാക്കുന്നത്. അതുകൊണ്ട് ഉത്തരായന പുണ്യകാലത്ത് നല്ല മുഹൂർത്തം നോക്കി ദേവഗുരുവായ വ്യാഴം ബലവാനായി കുട്ടിക്ക് നല്ല സ്ഥാനത്താണെന്ന് ഉറപ്പുവരുത്തി മാത്രമേ ഉപനയനം നടത്താറുള്ളൂ. ഉപനയനം, വിവാഹം മുതലായ കർമ്മങ്ങൾക്ക് സൂതക ബാധയില്ലാതെ നിർവിഘ്നമായി അവ നടത്തുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ അതിനുള്ള ചടങ്ങുകൾ തുടങ്ങുന്നതായി സങ്കല്പിച്ച് പുണ്യാഹം, ഗണപതി പൂജനം, ധ്യാനം മുളപ്പിക്കൽ, അങ്കുരാരോപണം എന്നിവ കഴിച്ച് ആ ചടങ്ങ് തുടങ്ങിയതായി കാണിക്കുന്ന കൗതുകബന്ധനം, പൂജിച്ച മഞ്ഞൾ കെട്ടിയ പട്ടുചരട് കയ്യിൽ കെട്ടുന്നതാണ് കൗതുകബന്ധനം. ദർഭ ഭസ്മം കൊണ്ട് കെട്ടിന് മുദ്ര വയ്ക്കുക മുതലായ ചടങ്ങുകൾ പ്രധാനമാണ്.
ഇതുമൂലം ഉപനയന കർമ്മം സമാപിക്കുന്നതുവരെ സൂതകം ബാധകമല്ല. ഉപനയന ദിവസം രാവിലെ കർമ്മസാക്ഷിയായി വിളക്ക് കൊളുത്തിവെച്ച് ഗണപതി പൂജനം, നാന്ദീശ്രാദ്ധം എന്നിവ കഴിഞ്ഞതിനു ശേഷം കുട്ടികളുടെ കൂടെയിരുന്ന് ആ വടു ഊണ് കഴിക്കാറുണ്ട്. അത് അമ്മയുടെ മടിയിൽ ഇരുത്തി ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്തെന്നാൽ കുട്ടിയായിരിക്കെ തന്നെ മാതാവിൻ്റെ ലാലനകളുടെയും ശൈശവ ജീവിതത്തിൻ്റെയും കുടുംബത്തിൽ നിന്ന് വിദ്യാഭ്യാസത്തിനായി ഗുരുകുലത്തിലേക്കുള്ള യാത്ര അയപ്പിൻ്റെയും നീണ്ട വിദ്യാഭ്യാസ ജീവിതത്തിന് പോകുന്നതിന് മുമ്പ് ഉപലക്ഷണമായിട്ടാണ് ഈ കർമ്മം. അനന്തരം ക്ഷൗരം കഴിപ്പിച്ച് കുളിച്ചു വന്ന വടുവിനെ ശുഭ്രവസ്ത്രാദികൾ ധരിപ്പിച്ച് 14 നിശ്ചിത സ്ഥാനങ്ങളിൽ ഗോപീചന്ദന നാമക്കുറികളും അതിന്മേൽ പഞ്ചമുദ്രകളും ചാർത്തി കുങ്കുമ ചന്ദനാദി കുറികളും തൊട്ട് പുഷ്പമാലകളും അണിയിച്ച് ഉപനയന ഹോമത്തിന് അഭിമുഖമായി പലകയിൽ ഇരുത്തുന്നു. പട്ടുവസ്ത്രം കൊണ്ട് കുട്ടിയെ പൂർണ്ണമായി മറച്ചുകൊണ്ട് അച്യുതാനന്ദ ഗോവിന്ദ എന്ന ഉച്ചത്തിൽ ജപിക്കുന്നു. രണ്ടാമത്തെ ജനനത്തിന് മുമ്പുള്ള അയാളുടെ ഗർഭപാത്രത്തിലെ സ്ഥിതിയെയാണ് ഇത് കാണിക്കുന്നത്. പ്രഹ്ലാദൻ്റെ ഗർഭവാസ സമയത്ത് നാരദൻ്റെ സതുപദേശം ഇവിടെ സ്മരിക്കുന്നു. കുട്ടിയായിരിക്കെ സംഭവിച്ചിട്ടുണ്ടാക്കേക്കുന്ന നടപടി ദോഷത്തിനും പാപ പരിഹാരത്തിനും ആയി ബ്രാഹ്മണരോട് ചോദിച്ച് പ്രായശ്ചിത്തം നടത്തി അച്ഛൻ ഹോമം തുടങ്ങുന്നു. കുട്ടിയുടെ ദ്വിജത്വ സിദ്ധിക്കായും കുട്ടിയുടെ വേദശാസ്ത്ര അഭ്യാസനത്തിനും കുട്ടിക്ക് ഗായത്രി ഉപദേശിക്കുന്നതിനുമുള്ള അധികാരം തനിക്ക് സിദ്ധിക്കുന്നതിനുമായി അച്ഛൻ ഉപനയന ഹോമം കഴിക്കാൻ സങ്കല്പം കഴിക്കുന്നു. കാവ്യവസ്ത്രങ്ങൾ, കൃഷ്ണാജിനം, യജ്ഞോപവീതം, മൗഞ്ചി, ദണ്ഡം ഇത്യാദികൾ പൂജിച്ച് ശുദ്ധമാക്കുന്നു. വസ്ത്രം, യജ്ഞോപവീതം എന്നിവ പുരോഹിതന് ദാനം നൽകിയ ശേഷം യുവം വസ്ത്രാണി എന്ന മന്ത്രോച്ചാരണം കഴിച്ച് വടുവിനെ കാവ്യവസ്ത്രവും ഉത്തരീയവും ധരിപ്പിക്കുന്നു. അജിനധാരണത്തിന് ശേഷം മുഹൂർത്തം ചൊല്ലി യജ്ഞോപവീതം പരമം പവിത്രം പ്രജാപതേര്യത് സഹജം പുരസ്താത് ആയുഷ്യമഗ്രം പ്രതിമുഞ്ച ശുഭ്രം യജ്ഞോപവീതം ബലമസ്തു തേജഃ എന്ന മന്ത്രം ഉച്ചരിച്ച് അച്ഛൻ ബ്രഹ്മചാരിയെ യജ്ഞോപവീതം ധരിപ്പിക്കുന്നു. ഇതിൻ്റെ അർത്ഥം വളരെ പവിത്രവും ശ്രേഷ്ഠവും ആയുസ്സിനെ നൽകുന്നതുമായ വിദ്യാദികളിൽ നിന്ന് സംരക്ഷിക്കുന്നതുമായ ഈ ഉജ്ജ്വലമായ യജ്ഞസൂത്രം ബലവും തേജസ്സും നൽകട്ടെ എന്നാണ്. യജ്ഞോപവീതം ധരിപ്പിക്കുമ്പോൾ ബ്രഹ്മചാരി തൻ്റെ വലത്തെ കൈപൊക്കി ചെവി പൊത്തി പിടിക്കണമെന്നുണ്ട്. പുഷ്കരാദി തീർത്ഥങ്ങളും ഗംഗാദി നദികളും ബ്രാഹ്മണൻ്റെ ദക്ഷിണകർണത്തിൽ ഉണ്ടെന്ന് മനു പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് 5 വിരലുകളും ചേർത്ത് വലത്തെ ചെവി സ്പർശിക്കണം. തൻ്റെ യജ്ഞോപവീത ധാരണം പുണ്യ തീർത്ഥ സ്ഥലത്തു വെച്ച് നടത്തുന്നതിന് പകരമായിട്ടാണ് ഇപ്രകാരം ചെയ്യുന്നതെന്ന് വ്യക്തമാക്കൂ. അടുത്തത് ബ്രഹ്മചാരിയുടെ ശുചിത്വസിദ്ധിക്കായും സവിത്രദേവതയുടെ തൃപ്തിക്കുമുള്ള ഒരു പ്രതീകാത്മകമായ ക്രിയയാണ്. ഇതിന് അഞ്ജലി ക്ഷാളനം, അഞ്ജലി കഴുകൽ എന്നാണ് പേർ. ആചാര്യൻ അച്ഛൻ കിഴക്ക് നോക്കിയും അദ്ദേഹത്തിന് അഭിമുഖമായി വടുവും നിന്ന് ബ്രഹ്മചാരിയുടെ അഞ്ജലിയിൽ നിന്ന് ആദ്യം ആചാര്യൻ വെള്ളം നിറച്ച് അതിനു മുകളിൽ ആചാര്യൻ സ്വന്തം അഞ്ജലി വെച്ച് അതിൽ വെള്ളം നിറപ്പിച്ച് ഋഗ്വേദത്തിലെ 4-ാം അഷ്ടകം 4-ാം അധ്യായത്തിലെ ഓം തസ്സവിദുർ വണീമഹേ എന്ന മന്ത്രം ചൊല്ലി തൻ്റെ അഞ്ജലിയിലുള്ള വെള്ളം ബ്രഹ്മചാരിയുടെ അഞ്ജലിയിലേക്ക് വിട്ട് അത് ബ്രഹ്മചാരി താഴോട്ട് അഞ്ജലി തുറന്ന് കൈയുടെ പ്രജാപത്യ തീർത്ഥത്തിൽ കൂടി വിടുന്നു. ഇപ്രകാരം 3 തവണ ഈ ക്രിയ നടത്തുന്നു. ഈ മന്ത്രത്തിനർത്ഥം എല്ലാത്തിൻ്റെയും പ്രേരകനും ഭജനീയനുമായ സവിത്യദേവൻ ശത്രുക്കളെ അമർത്തുന്നതിനുള്ള ശക്തി, അനുഭവയോഗ്യമായ ധനവും കൈവരുത്തട്ടെ എന്നാണ്. ഇപ്രകാരം ജലശുദ്ധി വരുത്തിയ ശേഷം ശിഷ്യത്വം കൊടുക്കുന്ന കർമ്മങ്ങളുടെ തുടക്കമാണ് സവിതാവിൻ്റെ ആദേശം കൊണ്ടും അശ്വിനികളുടെ ബാഹുക്കളെ കൊണ്ടും പൂഷാവിൻ്റെ കൈകളെ കൊണ്ടും
നിന്റെ കൈ ഞാൻ പിടിക്കുന്നു എന്നർത്ഥം വരുന്ന മന്ത്രം ചൊല്ലി ബ്രഹ്മചാരിയുടെ ഗോത്രവും പേരും പറഞ്ഞ് അവന് ദീർഘായുസ് നേർന്ന് വടുവിൻ്റെ വലത്തെ കൈയുടെ തള്ളവിരൽ പിടിച്ച് ആചാര്യൻ മേൽപോട്ട് സൂര്യനു നേരെ എറിയുന്നു. രണ്ടാമതും അപ്രകാരം തന്നെ അവൻ്റെ പെരുവിരൽ പിടിച്ച് സവിതാവിന് നിന്നെ കൈപിടിച്ചിരിക്കുന്നു എന്ന് അവൻ്റെ ഗോത്രവും പേരും പറഞ്ഞ് അവന് ദീർഘായുസ് നേർന്ന് മേൽപോട്ടെറിയുന്നു. മൂന്നാമതും പെരുവിരൽ പിടിച്ച് അഗ്നിയാണ് നിന്റെ ഗുരുവെന്ന് പറഞ്ഞ് ദീർഘായുസ് നേർന്നുകൊണ്ട് ആചാര്യൻ കൈ മേൽപോട്ടെറിയുന്നു. അടുത്തതായി സൂര്യനിരീക്ഷണമാണ്. ആചാര്യൻ വടുവിനെ പുറത്തു കൊണ്ടുപോയി, ഹേ സഹിതാവേ, ഇത് നിന്റെ ബ്രഹ്മചാരിയാണ്, ഇവനെ രക്ഷിക്കുക, ഇവന് ജീവഹാനി വരാതിരിക്കട്ടെ എന്ന മന്ത്രം ചൊല്ലി വ്രതപതിയായ സൂര്യനെ കാണിച്ച് മനസ്സുകൊണ്ട് വടുവിനെ സൂര്യനെ ഏൽപ്പിക്കുന്നു. പിന്നെ ഹോമസമീപം വന്ന് ആചാര്യൻ കിഴക്കോട്ടു നോക്കിയും അദ്ദേഹത്തിന് അഭിമുഖമായി വടുവും നിന്ന് കസ്യ മുതലായ ഉപദേശമാണ്. ശേഷം അംസകര പ്രസരണമാണ്. ഗുണചിഹ്നത്തെ കുറിക്കുന്ന രീതിയിൽ മുമ്പിൽ കൈനീട്ടിപ്പിടിച്ച് അച്ഛൻ്റെ മുമ്പിൽ അദ്ദേഹത്തിൻ്റെ കൈകൾക്കടിയിൽ അഭിമുഖമായി നിർത്തി യുവാസുവാസ എന്ന ഋക്കിൻ്റെ ആദ്യഭാഗം ഉച്ചരിച്ച് അവനെ 3 വലത് ചുറ്റിച്ച് വീണ്ടും അഭിമുഖമായി നിർത്തുന്നു. വസ്ത്രാദികളണിഞ്ഞ് വന്ന ഈ വടു പുതുവേഷത്തിൽ ബ്രഹ്മചാരിയുടെ വസ്ത്രാദികളിൽ വളരെ ശോഭിക്കുന്നു. ചുറ്റിനും തന്നെ നോക്കി നിൽക്കുന്ന വടുവിനോട് തം ധീരാസ എന്ന പൂർവ്വ ഋക്വിൻ്റെ ഉദ്ധരാർത്ഥം ചൊല്ലുന്നു. ഇപ്രകാരം ഭംഗിവാക്കി ചൊല്ലി വടുവിനെ തോൾ മുതൽ താഴോട്ട് ഹൃദയഭാഗം വരെ തടവി അവനെ സ്വന്തമാക്കുന്നു. അവൻ്റെ വിശ്വാസവും നേടുന്നു. ഇതിന് തോൾ കൈകൊണ്ടു തടവുക എന്നർത്ഥം വരുന്ന അംസകര പ്രസരണമെന്ന് പേർ. അനന്തരം ബ്രഹ്മതേജസ്സിൻ്റെ വൃദ്ധിക്കും ധാരണാശക്തിയുടെ വികസനത്തിനുമായി ബ്രഹ്മചര്യയുടെ ഭാഗ്യമായ അഗ്നികാര്യം ചെയ്ത് പ്രവരത്തോടെ തൻ്റെ ഗോത്രനാമാദികൾ ഉച്ചരിച്ച് 3 തവണ അഗ്നിയെ അഭിസംബോധന ചെയ്യുന്നു. അറിഞ്ഞോ അറിയാതെയോ നേരിടുന്ന അപാകതകൾക്കും പ്രായച്ചിത്തമായി 10 തവണ നാമത്രയ ജപം അച്യുതാനന്ദ ഗോവിന്ദ് സങ്കല്പത്തിനു ശേഷം നടത്തുന്നു. ഇവിടെ 10 ജപമെങ്കിലും എന്നു പറയാതെ 10 തവണ ജപം കഴിക്കണമെന്ന് വ്യക്തമായി പറയുവാൻ ഒരു കാരണമുണ്ട്. അസംഖ്യാതം തും യജ്ഞപ്തം തത്സർവം നിഷ്ഫലം ഭവേത്. ഏതൊരു ജപമാണോ കൃത്യം സംഖ്യ കണക്കാക്കാതെ ജപിക്കുന്നത് ആ ജപം നിഷ്ഫലമാണ്. ജപിക്കുമ്പോൾ ശ്രദ്ധയെല്ലാം ജപത്തിൽ തന്നെ നിർത്തുവാനുള്ള ഒരു ഉപായമാണ് ഇതെന്ന് കരുതാം. തുടർന്ന് പിതാവിൻ്റെ മുമ്പിൽ നാളികേരം കുടുമ തനിക്ക് അഭിമുഖമായി വെച്ച് സ്വന്തം കൈമുട്ടുകൾ ഭൂമിയിൽ തൊടുവിച്ച് അച്ഛൻ്റെ പാദങ്ങളിൽ തൻ്റെ കൈകളും നാളികേരത്തിൽ തൻ്റെ ശിരസും വെച്ച് ആചാരപ്രകാരം അഭിവാദനം ചെയ്ത് ഭോ എനിക്ക് ഗായത്രി മന്ത്രോപദേശം നൽകിയാലും എന്ന് ബഹുമാനത്തോടെ അപേക്ഷിക്കുന്നു. ചമ്മറം പടഞ്ഞിരിക്കുന്ന പിതാവിൻ്റെ തുടയിൽ വടു അഭിമുഖമായിരുന്ന് തൻ്റെ 2 കാലുകളും അച്ഛൻ്റെ വലത്തെ തുടയുടെ ഇരുവശങ്ങളിലുമിട്ട് ബ്രഹ്മോപദേശം സ്വീകരിക്കാൻ തയ്യാറായി. തൻ്റെ കൈകൾ ബ്രഹ്മാഞ്ജലിയാക്കി ഇരിക്കുന്നു. തൻ്റെ വലതു തുടയിൽ ഇടത്തെ കൈപ്പത്തി മലർത്തിവെച്ച് അതിനു മുകളിൽ തൻ്റെ വലത്തെ കൈപ്പടം അതിൻ്റെ കുറുകെ കമഴ്ത്തി അടച്ച് 2 കൈകളുടെയും പെരുവിരലുകൾ കൊണ്ട് എതിർഭാഗത്തുള്ള കൈ ബലമായി പിടിക്കുന്ന രീതിയെയാണ് ബ്രഹ്മാഞ്ജലി എന്നു പറയുന്നത്. വടുവിൻ്റെ 2 കൈകജനും ബ്രഹ്മാഞ്ജലിയാക്കി നടുവിൽ യജ്ഞോപവീതവും പിടിച്ച് അതെല്ലാം കൂടി വസ്ത്രം കൊണ്ട് പൊതിഞ്ഞ ശേഷം അച്ഛൻ തൻ്റെ കൈകളുടെയും നടുവിൽ അവയെല്ലാം വെച്ച് വടുവിൻ്റെ വലത്തെ ചെവിയിൽ മന്ത്രം ഉപദേശിക്കുന്നു. മറ്റാരും കാണാത്ത വിധം അവരെ 2 പേരെയും പുരോഹിതർ പട്ടുവസ്ത്രം കൊണ്ട് മൂടുന്നു. കൂടാതെ കൈമണി മുഴക്കി മംഗള സൂചകധ്വനിയായ ഘണ്ഠാനാദം മുഴക്കി അഹം രുദ്രേബിർ എന്ന് തുടങ്ങുന്ന ലക്ഷ്മി സൂക്തവും ഉറക്കെ ഓതുന്നു. അതുകൊണ്ട് ബ്രഹ്മോപദേശം മറ്റാരും കേൾക്കുകയില്ല.
നാദസ്വരമേളവും ഈ സന്ദർഭത്തിൽ ഉണ്ടാകാറുണ്ട്. ബ്രഹ്മോപത്തിന് ശേഷം ബ്രഹ്മചാരിയുടെ ഹൃത്സ്പർശനമാണ്. ആചാര്യൻ അഥവാ പിതാവ് തൻ്റെ കൈപ്പത്തി ബ്രഹ്മചാരിയുടെ ഹൃദയത്തിൽ വെച്ച് ഇപ്രകാരം വടുവിനോട് പറയുന്നു: മമ വൃതേ ഹൃദയം തേ ദദാമി. എൻ്റെ വ്രതനിഷ്ഠയിൽ ഹൃദയത്തെ ഞാൻ നിനക്ക് തരുന്നു എന്നു പറഞ്ഞാൽ എൻ്റെ വേദോക്തചര്യയിൽ എൻ്റെ ഹൃദയത്തിൻ്റെ ഒരു ഭാഗമായി നിന്നെ ഞാൻ കണക്കാക്കുന്നു. മമ ചിത്തം അനുചിത്തം തേ അസ്തു. എൻ്റെ മനസ്സിനനുസരിച്ച് നിൻ്റെ മനസ്സും ഭവിക്കട്ടെ. മമ വാചമേ കവൃതോജുഷസ്വ. എൻ്റെ വാക്കുകൾ ഏകാഗ്രചിത്തനായി അനുസരിച്ചാലും. ബൃഹസ്പതിഷ്ട്വാ നിയനുക്തുമഹ്യം. ബൃഹസ്പതിത്വാം നിയനുക്തുമഹ്യം. ദേവഗുരുവായ ബൃഹസ്പതി എനിക്ക് നിന്നെ നുകത്തിനും മറ്റും കെട്ടിയ പോലെ നയിക്കാൻ ഇടവരുത്തട്ടെ. രീതിയായി ഒരു നല്ല ബ്രാഹ്മണൻ്റെ ഉളങ്കൈയിൽ അഗ്നി അധിഷ്ഠിതമാണ് എന്ന് വിശ്വസിക്കപ്പെടുന്നു. ആ കയ്യിൽ ദാനം വാങ്ങുമ്പോൾ ദാനത്തിലടങ്ങിയ പാപം നശിക്കുമത്രേ. അതുപോലെ ഒരാളുടെ തലയിൽ കൈവച്ച് ഒരു ശ്രേഷ്ഠ ബ്രാഹ്മണൻ അനുഗ്രഹിക്കുമ്പോൾ കയ്യിലെ അഗ്നിയുടെ പ്രഭാവത്താൽ അനുഗ്രഹിക്കപ്പെടുന്നവൻ്റെ പാപം നശിച്ചു പോകുന്നു. അപ്രകാരം ഗുരു ശിഷ്യൻ്റെ ഹൃദയത്തിൽ കൈവച്ച് ഉരിയാടുമ്പോൾ ശിഷ്യൻ്റെ പാപങ്ങൾ നശിച്ച് അവൻ്റെ ഹൃദയം ശുദ്ധമാക്കി ഗുരുവിൻ്റെ പ്രഭാവവും വേദവിദ്യയും സ്വീകരിപ്പാൻ അത് സജ്ജമാക്കുന്നു. അടുത്തതായി മുഞ്ച എന്ന പുല്ലുകൊണ്ട് ദർഭയുടെ ഒരു ശ്രേഷ്ഠ ഇനം 3 ഇഴയായി വലത്തോട്ട് ചേർത്ത് പിരിച്ചുണ്ടാക്കിയതും പൂജിച്ചതുമായ മേഖല മൗഞ്ചി എന്ന ദർഭച്ചരട് വടുവിൻ്റെ നാഭീപ്രദേശത്ത് 3 ചുറ്റുചുറ്റി അതിന് 3 കെട്ടും കെട്ടുന്നു. സത്യത്തെയും വ്രതത്തെയും രക്ഷിക്കുന്നതും രാക്ഷസന്മാരെ നശിപ്പിക്കുന്നതും ശത്രുക്കളെ തോൽപ്പിക്കുന്നതും അങ്ങനെ എല്ലാ പ്രകാരത്തിലും സംരക്ഷിക്കുന്ന നിന്നെ ധരിച്ചതുകൊണ്ട് ഞങ്ങൾക്ക് യാതൊരു പീഡയും വരാതിരിക്കട്ടെ എന്ന അർത്ഥമുള്ള മന്ത്രമാണ് ഈ സമയത്ത് ചൊല്ലുന്നത്. ശേഷം ബ്രഹ്മചാരിക്ക് ദണ്ഡ് ഏൽപ്പിക്കലാണ്. ഗോസർപ്പ നിവാരണാർത്ഥം ദണ്ഡം ദദ്യാത്. ഗോക്കളുടെയും സർപ്പങ്ങളുടെയും നിവാരണത്തിനായി ദണ്ഡം കൊടുക്കുക എന്നാണ് ഇതിനർത്ഥം. ആചാര്യൻ അടുത്തതായി ബ്രഹ്മചാരിക്ക് നൽകുന്ന ധർമ്മോപദേശം ദിനചര്യയായി അനുഷ്ഠിക്കാനുള്ളതാണ്. രാവിലെ ബ്രാഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് നിത്യശുദ്ധി വരുത്തി സന്ധ്യോപാസന കഴിച്ച് മാതാപിതാക്കളുടെയും ഗുരുജനങ്ങളെയും എല്ലാ മാന്യ അതിഥികളെയും കാണുമ്പോൾ ആചാരരീതിയിൽ അഭിവാദനം ചെയ്ത് മിതഭാഷിയായി 12 വർഷമെങ്കിലും ഗുരുവിൻ്റെ കീഴിൽ വേദ്യാധ്യായനം കഴിക്കണമെന്ന് ഉപദേശം. ഹോമസമാപ്തിക്ക് ശേഷം ആദ്യ ഭിക്ഷ യാചിക്കേണ്ടത് അമ്മയോടാണ്. അതിന് സൗകര്യമില്ലാത്ത പക്ഷം അവരുടെ സഹോദരിമാരോടോ സ്വന്തം ജ്യേഷ്ഠത്തിയോടോ ചോദിക്കാം. ആദ്യത്തെ ഭിക്ഷ നിഷേധിക്കപ്പെടരുത് എന്ന് ഉറപ്പുവരുത്താനാണ് ഇപ്രകാരം തിട്ടപ്പെടുത്തിയിരിക്കുന്നത്. തുടർന്ന് ബ്രഹ്മചാരിക്ക് സുവാസിനികളുടെ അക്ഷത ആശീർവാദങ്ങളും ശോഭന ഗാനങ്ങളോടെയുമുള്ള നീരാഞ്ജനവും നടത്തുന്നു. പിന്നീട് ചിത്രാഹൂതിയുടെ ബ്രഹ്മചാരിയും ആചാര്യനുമെല്ലാം ഊണ് കഴിക്കുന്നു. അന്നു വൈകുന്നേരം കഷായ വസ്ത്രം, കൃഷ്ണാജിനം, യജ്ഞോപവീതം, പലാശദണ്ഡ് എന്നീ വേഷവിധാനങ്ങളോടെ സ്ഥലത്തെ ഇഷ്ടദേവാലയത്തിൽ പോയി നാളികേര ഫലാദികൾ വച്ച് കാണിക്കയുമിട്ട് നമസ്കരിച്ച് അർച്ചകർക്ക് ദക്ഷിണയും കൊടുത്ത് പ്രസാദം വാങ്ങുന്നു. ബ്രഹ്മചാരിക്ക് ലഭിച്ച പുതിയ ആശ്രമജീവിത വാർത്ത ഇഷ്ടദേവതാമൂർത്തിയെ വിധിപ്രകാരം അറിയിച്ച് അനുഗ്രഹം വാങ്ങുന്നതിനായിട്ടാണ് ഇത് നടത്തുന്നത്. എന്തായാലും ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. ഇതുപോലെ ഉപകാരപ്രദമാവുന്ന മറ്റൊരു വീഡിയോയുമായി ഇനിയും നമുക്ക് കാണാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഇനിയും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.